ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമുള്ള എൻ്റെ യൂട്യൂബിലെ വീഡിയോ ആണ് ഞാൻ ഇന്ന് എടുക്കുന്നത്. അപ്പോൾ കുറേ ദിവസം വീഡിയോ എടുക്കാൻ പറ്റാത്ത പല കാര്യങ്ങളായിട്ടാണ്. അപ്പോൾ നമുക്ക് എൻ്റെ ആമ്പലൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്ന ആമ്പൽ, ഞാൻ മെയിനായിട്ട് എൻ്റെ ആമ്പൽ ഇട്ടിട്ടുള്ളത് എൻ്റെ വീടിനെ കുറച്ച് താഴോട്ടുള്ളൊരു പ്ലേസാണ്. ആ ഒരു സ്പോട്ടിൽ ഇപ്പോൾ നമുക്ക് കുറേ കാരണങ്ങളായിട്ട് എനിക്ക് നല്ല വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇന്ന് പറ്റുകയാണെങ്കിൽ കുറച്ച് വീഡിയോസ് എടുക്കാം. അപ്പോൾ എൻ്റെ വീടിന് ചുറ്റുമുള്ള പ്ലാന്റ്സ് ഇപ്പോൾ കുറേ ഫ്ലവേഴ്സ് ഉണ്ട്, പിന്നെ വാട്ടർ പ്ലാന്റ്സ് എല്ലാം കൂടെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എസ്പെഷ്യലി 2026 സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഞാൻ നമ്മുടെ വാട്ടർ പ്ലാന്റ്സിൻ്റെയും അമ്പലിൻ്റെയും ഒന്നും വീഡിയോസ് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ എൻ്റെ വീടിന് ചുറ്റും തന്നെ ഞാൻ ഏകദേശം ഒരു 100-നടുപ്പിച്ച് വാട്ടർ പ്ലാന്റ്സിൻ്റെ പല കളക്ഷൻസ് ഞാൻ സെറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ കാണുന്നതാണ് നമ്മുടെ റെഡ് റൂട്ട് ഫ്ലോട്ടർ എന്നറിയപ്പെടുന്ന ഒരു വാട്ടർ പ്ലാന്റ്. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ എല്ലാ വെറൈറ്റീസും കാണിക്കുന്നുണ്ട്. വാട്ടർ പ്ലാന്റ്സ് മാത്രമല്ല, നമുക്ക് വാട്ടർ പ്ലാന്റ്സിലുള്ള തന്നെ ആമ്പലി എല്ലാം കാണിക്കുന്നത്. അതിൻ്റെ കൂടെ ഈ കാണുന്ന ഇത് അസോളയാണ്. ഇതൊരു ആമ്പലാണ്. പിന്നെ ഇത് കുറേ ഇതുപോലെ ആമ്പൽസ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. ഇതിലിരിക്കുന്നതും നമ്മുടെ റെഡ് റൂട്ട് ഫ്ലോട്ടറാണ്. പിന്നെ ഇതിനകത്ത് നിൽക്കുന്ന ഈ ഒരു കുഞ്ഞു പ്ലാന്റ് കാണുന്നില്ലേ, ഇതിൻ്റെ പേരാണ് നമ്മുടെ ഗപ്പി ഗ്രാസ്. ഇതുപോലെ കുറേ വെറൈറ്റി സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ ഇതാ ലീഫിൽ ഇങ്ങനെ ഒരു കളർ വരുന്ന ഈ ഒരു പറയുന്ന വെറൈറ്റിയുടെ പേരാണ് നമ്മുടെ വാൻ വിസ. പിന്നെ ഈ ഒരു പ്ലാന്റിൻ്റെ പേരാണ് ഫ്രോഗ് ബൈറ്റ്. ഈ ഫ്രോഗ് ബൈറ്റ് അത്യാവശ്യം നല്ല സ്റ്റോക്ക് എൻ്റെ കയ്യിൽ ഇപ്പോൾ കളക്ഷൻ ഉണ്ട്. പിന്നെ ഇതിനകത്തൊക്കെ നമ്മൾ പല വെറൈറ്റീസ് ഗപ്പീസ് ഇട്ടിട്ടുള്ളതിലാണ് ഞാൻ മെയിൻലി ഇതുപോലെ വെച്ച് അടച്ചു വെച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്ക് ഗപ്പീസിനെ വന്ന് ആരെങ്കിലും കൊണ്ടുപോകും. ഇതിനകത്തൊരു അടിപൊളി ഗപ്പിയുണ്ട്. ആരെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊക്കമ്മാവൻ തന്നെ കൊണ്ടുപോകും. ഇതിനകത്തൊരു കോയിയാണ്, ആൽബിനോ കോയി, ആൽബിനോ അല്ല പ്ലാറ്റിനം കോയി ഒരു ഗപ്പിയുണ്ട്. പിന്നെ ഇത് നമുക്ക് റീസ്റ്റ് ചെയ്യുന്നത്, നമുക്കിങ്ങനെ ചില ഇതിൽ ഫുൾ ഇങ്ങനെ ക്രൗഡായിട്ട് കാണും. ഇങ്ങനെ നിങ്ങൾ ടാങ്ക് ഉണ്ടെങ്കിൽ ഇതിൽ മീനും സർവൈവ് ചെയ്യില്ല, പ്ലാന്റുകളെല്ലാം പെട്ടെന്ന് നശിച്ചു പോകും. ഇതുപോലെ ആക്കരുത് ഒരിക്കലും. ടാങ്ക് നമുക്ക് മെയിനായിട്ട് എപ്പോഴും നമ്മുടെ ഒരു ആമ്പലം ഉള്ളെങ്കിൽ അല്ലെങ്കിൽ വാട്ടർ പ്ലാന്റ് ഉള്ള ഒരു ടാങ്ക് മിനിമലി ഇതുപോലെയെങ്കിലും ഉണ്ടായിരിക്കണം. ഓവറായിട്ട് ക്രൗഡ് ആക്കരുത്. ഇതിലിപ്പോൾ ഒരു 2 ആമ്പൽ പിന്നെ കുറച്ച് ഫ്രോഗ് ബൈറ്റ് ഒക്കെ ഉണ്ട്. ഫ്രോഗ് ബൈറ്റിന് മെയിനായിട്ട് അതിന് നല്ലൊരു സ്പേസ് വേണം വളരാൻ വേണ്ടി. ഇത് ഫ്രോഗ് ബൈറ്റ്. പിന്നെ നമുക്ക് ഇതിലൊക്കെ ഞാനിപ്പോൾ പ്ലാന്റ്സ് കുറേ ഉണ്ടായിരുന്നതിനൊക്കെ മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇതാ വേറൊരു വെറൈറ്റി വാട്ടർ പ്ലാന്റ് ആണ്. ഇതിൻ്റെ പേരാണ് നമ്മുടെ തൊട്ടാവാടി. ഇതൊരു മഞ്ഞപ്പൂ വിരിയുന്ന തൊട്ടാവാടിയാണ്. നമുക്ക് നോർമലി താഴെ നിങ്ങൾ വെള്ളത്തിലല്ലാതെ നിൽക്കുന്ന തൊട്ടാവാടീസെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതൊരു വെറൈറ്റി തൊട്ടാവാടിയാണ്. വെള്ളത്തിന് മുകളിൽ നിൽക്കും. അതിലൊരു ചെറിയൊരു ഒരു ഫോർമേഷൻ ഉണ്ടാവും, ഇങ്ങനെ കണ്ട അങ്ങനത്തെ ഒരു തൊട്ടാവാടിയാണ്. പിന്നെ ഇത് വേറൊരു വാട്ടർ പ്ലാന്റ് ആണ്. ഇതിൻ്റെ പേര് നമ്മുടെ സജിറ്റേറിയ ലൈറ്റിഫോളിയ എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ്. പിന്നെ ഇതൊരു ബാമ്പൂവിൻ്റെ ഒരു ടൈപ്പാണ്. അതിൻ്റെ കുറേ പ്ലാന്റ്സ് കളക്ഷൻസ് ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. അതിൻ്റെ വലിയൊരു മദർ പ്ലാന്റ് ആണ് ഇവിടെ നിൽപ്പുള്ള ഈ ഒരു ചേട്ടൻ. പിന്നെ താമരയുണ്ട്. താമരയൊക്കെ കുറച്ച്, ഇത് ബൗൾ ലോട്ടസിൻ്റെ കുറച്ച് വെറൈറ്റിയാണ്. ഇത് വൈറ്റ് ആണ്, ഇത് യെല്ലോ ആണ് ബൗൾ ലോട്ടസിൻ്റെ. പിന്നെ ഇത് വാട്ടർ പ്ലാന്റ്സ് സ്നേഹിക്കുന്ന കുറേ പേര് കളക്ട് ചെയ്യാൻ നോക്കുന്നൊരു പ്ലാന്റ് ആണ്. ഇത് നമ്മുടെ വാട്ടർ മൊസൈക്ക് എന്നറിയപ്പെടുന്നൊരു പ്ലാന്റാണ്. വാട്ടർ മൊസൈക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട്. പിന്നെ അവിടെ കാണപ്പെടുന്ന അത് നമ്മുടെ അസോളയാണ്, കാണുന്ന അസോള. പിന്നെ ഇതാ വാട്ടർ പ്ലാന്റ്സ് മെയിനായിട്ട് നോക്കുന്ന ഒരു സ്റ്റാർട്ടപ്പായിട്ട് എല്ലാവരും ചെയ്യുന്നൊരു പ്ലാന്റാണ്. അടിപൊളി പ്ലാന്റാണ്. ഇതിൻ്റെ പേരാണ് പെന്നി വാട്ട് എന്നറിയപ്പെടുന്നൊരു പ്ലാന്റ്, പെന്നി വാട്ട്. പിന്നെ ഫ്ലവേഴ്സ് നമുക്ക് കുറച്ച് കാണിച്ചു തരാം. വാട്ടർ ലില്ലീസ് കുറച്ച് ഫ്ലവേഴ്സ് ഇപ്പോൾ ആയ പ്ലാന്റ്സ് ഇവിടെ നിൽപ്പുണ്ട്. ഫ്ലവേഴ്സ് ആയ പ്ലാന്റാണ് ഇതാ, എസ്പെഷ്യലി ഇതാ ഈ ഒരു അടിപൊളി പ്ലാന്റ്, വൺ ഓഫ് മൈ ഫേവറേറ്റ്. ഇതിൻ്റെ പേരാണ് പീച്ച് ബ്ലോ എന്നറിയപ്പെടും. ഇത് അത്യാവശ്യം വലിയ പ്ലാന്റാണ്. കാരണം ഇതിനകത്ത് ഇത്രയും വലുതാവാൻ കാരണം ഞാൻ പ്രത്യേകിച്ച് ഓരോന്നും കൊടുത്തിട്ടില്ല. ഇതിനകത്ത് തവള വന്ന് മുട്ടയിട്ട് ഇതിനകത്ത് വെള്ളം ഒരുമാതിരി ആയി. പിന്നെ ഞാൻ കുറച്ച് ക്ലീൻ ചെയ്തു, എന്നാലും സെറ്റായി വന്നതിന് ശേഷം കുറച്ച് റെഡിയായി വന്നതാണ്. പക്ഷേ കണ്ട വേറൊരു പ്ലാന്റ്, കുറേ ഫ്ലവേഴ്സ് ഇടുന്നുണ്ട്. ലീഫിൻ്റെ സൈസ് കണ്ടാൽ മനസ്സിലാക്കാൻ വേണ്ടി ഒരു വലിയ പ്ലാന്റുകളാണിത്. അത്യാവശ്യം ഏജുള്ള പ്ലാന്റാണത്. പിന്നെ അതൊക്കെ എൻ്റെ ഇൻഡോർ പ്ലാന്റ്സിൽ വരുന്ന വെറൈറ്റീസൊക്കെ കുറേ കളക്ഷൻസ് ഇവിടെ ഉണ്ട്. പിന്നെ നമുക്ക് കുറച്ചുകൂടെ ആമ്പലിൻ്റെ ഫ്ലവേഴ്സ് കാണാൻ വേണ്ടി പോവാം. പിന്നെ കുറച്ച് ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ മുകളിലാണ്. കണ്ട, ഇത് നമ്മുടെ ബ്ലൂ വിസിലാണ്. ഇത് മൊത്തം അസോളയാണ്. അസോള ഇങ്ങനെ ക്രൗഡായിട്ട് ഇട്ടേക്കരുത്, എന്തെങ്കിലും കോഴിക്കൊക്കെ കൊടുക്കണം. കൂടുതൽ കടന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റുകളൊക്കെ ചീത്തയായിപ്പോൾ വേണ്ട. അവിടെയും വേറെ നിൽപ്പുണ്ട്. ഇത് ബ്ലൂ വിസിലാണ്. ബ്ലൂ വിസിൽ എന്നറിയപ്പെടുന്ന വാട്ടർ ലില്ലിയാണ്. വിത്ത് ഫ്ലവറുള്ള പ്ലാന്റ്സ് ഒക്കെ ഞങ്ങളതിൽ സെയിലുണ്ട്. ഇത് ബ്ലൂ വിസിൽ. പിന്നെ നമുക്ക് ഇതൊക്കെ വേറൊരു വെറൈറ്റിയാണ്, അട്രാൻസ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് അത്, അട്രാൻസ്. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് പോകുമ്പോൾ ഇവിടെ വേറൊരുത്തം വിരിഞ്ഞിപ്പുണ്ട്. ഇത് ട്രോപ്പിക്കൽ സൺസെറ്റ് ആണ്. ഇത് അത്യാവശ്യം ഫ്ലവറിങ് പ്ലാന്റ്സ് ഒത്തിരി എൻ്റെ അവൈലബിൾ ആണ്, ട്രോപ്പിക്കൽ സൺസെറ്റ്. പിന്നെ അതേ ഇവിടെ ഒരുത്തൻ വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ. ഇത്രയും സമയമായി. രാവിലെ ഉറക്കം എണീക്കാൻ സമയമായില്ല. കള്ളച്ചെറുക്കാവ് ഉറക്കം എണീറ്റില്ല ഇത്ര നേരമായിട്ടും. ഈ പയ്യൻസിനെ ഞാൻ ഉറക്കം എണീപ്പിച്ചു. ഡാക്ക്. അപ്പോൾ ഇത് മിയാമിയാണ്. മിയാമി എന്ന് പറഞ്ഞ വാട്ടർ പ്ലാന്റ്. പിന്നെ ഒരു 50 രൂപയൊക്കെ ഉള്ള സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു വാട്ടർ പ്ലാന്റ് ആണ്. ഇതിൻ്റെ പേരാണ് നമ്മുടെ
വാട്ടർ പോപ്പി, നിറച്ച് മഞ്ഞപ്പൂക്കൾ വിരിയുന്ന ഒരു വെറൈറ്റിയാണ് വാട്ടർ പോപ്പി. അറിയില്ലാത്തവർക്ക് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഇത് അസോളയുടെ ഒരു വെറൈറ്റിയാണ്. അസോളയുടെ കുഞ്ഞ് ടൈപ്പ് അസോള. ഇതിനെ നമുക്ക് ഡഗ് വീഡ് എന്നറിയാം, മൈക്രോ ഡഗ് വീഡ് എന്നറിയപ്പെടും. ഡഗ് വീഡ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വലിയൊരു ടൈപ്പാണ്. ഡഗ് വീഡ് ഉണ്ട്. പിന്നെ ഇതിൽ കാണപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ്, ഇതൊരു കുഞ്ഞ് പ്ലാന്റ് കാണുന്നില്ല, ഒരു വെള്ളത്തിലുള്ള പ്ലാന്റ്. ഇതിൻ്റെ പേരാണ്, കറക്റ്റ് നിങ്ങൾക്ക് വ്യൂ കിട്ടുന്നില്ല, ജസ്റ്റ് വെയിറ്റ്. ഇതിൽ കാണപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് പൊക്കി കാണിച്ചിരും. ഈ ഒരു പ്ലാന്റിൻ്റെ പേരാണ് ഫോക്സ് ടെയിൽ. അപ്പോൾ ഫോക്സ് ടെയിൽ നേരത്തെ കാണിച്ച പോലെ തന്നെ ഒരു വേറൊരു വെറൈറ്റിയാണ് ഫോക്സ് ടെയിൽ. പിന്നെ ഇതിലൊക്കെ കുറച്ച് ഗപ്പീസ് ഉള്ളതാണ്. പിന്നെ നമുക്ക് വേറെ കുറച്ച് പറയുന്നത് കഴിഞ്ഞാൽ ഇതിനകത്തൊക്കെ ഒത്തിരി വെറൈറ്റി വാട്ടർ പ്ലാന്റ്സ് ഉണ്ട്. ഫിഷസ്, ഇത് വേറൊരു വാട്ടർ പ്ലാന്റ് ആണല്ലോ. ഇതൊക്കെ എൻ്റെ വാട്ടർ പ്ലാന്റ് കളക്ഷൻസ് ആണ്. ഇതിൽ വേറൊരു ഫ്ലവർ ഇന്നലെ ഉണ്ടായിരുന്നു, ആ ഫ്ലവർ വെള്ളത്തിനടിയിലായിപ്പോയി. ഇതിപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് വിരിയൊക്കെ ഉണ്ടായിരുന്നു. വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞ് ഇന്നപ്പോൾ പിന്നെ ഞാൻ വിട്ടുപോയി. ഇത് കളർ ചേഞ്ചിങ് ആണ്, നല്ലൊരു മണം കേട്ടോ അതിന്. ഓക്കെ, പിന്നെ നമ്മുടെ മഞ്ഞ വെറൈറ്റിയിൽ ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റിയാണിത്, മഞ്ഞ ആമ്പലിൽ. ഇത് ഇവിടെ കാണിച്ചു തരാം. എൻ്റെ ഒരു ഫേവറേറ്റ് ആണ്, ഞാൻ പേടിച്ചു പോയി ശബ്ദം കേട്ടപ്പോൾ. ഓക്കെ, അപ്പോൾ ഇത് മഞ്ഞയിൽ അത്യാവശ്യം ഒരു സൂപ്പർ വെറൈറ്റിയാണ്. ഇതിൻ്റെ പേര് നമ്മളെ ഞക്കാൻ എന്ന് പറഞ്ഞതിൻ്റെ യെല്ലോ ആണ്. ഇതിൻ്റെ തന്നെ ഓറഞ്ച് ഉണ്ട്, പർപ്പിളുണ്ട്. പർപ്പിളൊക്കെ ഫ്ലവറിങ് പ്ലാന്റ്സ് എൻ്റെ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ ബ്ലൂസിൽ തന്നെയാണ്. പിന്നെ വേറൊരു ആമ്പലും കൂടെ ഇപ്പോൾ വിരിഞ്ഞിപ്പുണ്ട്. പിന്നെ ഇതിനകത്തുള്ളതെല്ലാം നമ്മുടെ നക്വാനാണ്, നക്വാമിൻ്റെ ഇത് യെല്ലോ ആണ്. പിന്നെ ഇവിടെ പറഞ്ഞ ഒരു അടിപൊളി പയ്യൻ വിരിഞ്ഞിപ്പുണ്ട്. ഈ ചെക്കൻ്റെ പേരാണ് നമ്മുടെ പർപ്പിൾ ഡയമണ്ട് എന്നറിയപ്പെടുന്ന ചെറുക്കനാണ്, പർപ്പിൾ ഡയമണ്ട്. പിന്നെ ഇതിനകത്ത് അത്യാവശ്യം നല്ല ഫിഷും ഉണ്ട്, നല്ലൊരു അടിപൊളി ഒരു ടാങ്കാണ്. ഞാൻ ഇതിൻ്റെ ഫ്ലവർ കിട്ടിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അത്യാവശ്യം നല്ല ഫ്ലവേഴ്സൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. ഓക്കെ, അപ്പോൾ പിന്നെ വാട്ടർ പ്ലാന്റ്സ്, ഇതെല്ലാം വാട്ടർ പ്ലാന്റ്സിൻ്റെ കളക്ഷൻസ് ആണ്. ഓക്കെ, ഒത്തിരി വെറൈറ്റീസ് ഓഫ് വാട്ടർ പ്ലാന്റ്സ് ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ. എടുത്തെല്ലാം പറയാൻ വേണ്ടി പറ്റുന്നില്ല. അതൊക്കെ വേറൊരു വെറൈറ്റി വാട്ടർ പ്ലാന്റ് ആണ്. അവിടെ പിന്നെ അവിടെ കാണപ്പെടുന്ന ചേട്ടന്മാർ. ഓക്കെ, അപ്പോൾ ഒത്തിരി വെറൈറ്റീസ് ഓഫ് വാട്ടർ പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. ഫ്രണ്ട്സ്, എൻ്റെ ഈ വാട്ടർ പ്ലാന്റ്സ് ലോകത്തിൽ നിങ്ങൾക്ക് വാട്ടർ പ്ലാന്റ്സുകൾ എന്തെങ്കിലും മേടിക്കാൻ താല്പര്യമുണ്ട്, ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞു 980 980 6874 എന്നുള്ള വാട്സ്ആപ്പ് നമ്പർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മാത്രം